ഫ്രണ്ട്സ് എല്ലാവരും നമ്മളപ്പോൾ ഇത് കളിക്കാൻ പോകണം എന്നാന്ന് ചോദിച്ചാൽ GTA 5 ആണ് മക്കളെ. GTA 5 അപരം. ബട്ട് ഞാനിത് GTA 5 പറയുള്ളൂ. കാരണം ഗൈസ് GTA 5 മൊബൈലിൽ വന്നിട്ട് കറക്റ്റ് നമ്മളൊരു ഇൻസ്റ്റയിൽ വീഡിയോ കണ്ടായിരുന്നു. ഗൈസ് GTA 5 മൊബൈലിൽ വന്ന് മക്കളെ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവണ്ട. ഇപ്പോഴായിരിക്കും മനസ്സിലായേ. GTA 5 മൊബൈലിൽ വന്ന് മക്കളെ. GTA 5 കറക്റ്റ് GTA 5 കോപ്പി. എൻ്റെ മക്കളെ ചിലപ്പോൾ ഇത് രാവിലെ ആവും, ചിലപ്പോൾ ഇത് രാത്രിയാവും. കള്ളൻ GTA 5 കണ്ടുപിടിച്ച് കോപ്പി. എൻ്റെ പേര് ഗ്യാങ്സ്റ്റർ വെഗാസ് എന്നാണ്. ബട്ട് ഞാൻ പറയുന്നത് GTA 5 എന്നാണ്. അപ്പം കളി തുടങ്ങിയിട്ടുണ്ട്. കളി നിങ്ങൾ പറയുന്നതിന് മുമ്പ് നമ്മൾ തുടങ്ങി. നമ്മൾ പോകണത് എങ്ങോട്ടാന്ന് വെച്ചാൽ എങ്ങോട്ട് പോകണില്ല, കാണുന്നിടത്തോട്ട് ഒറ്റ വിടലഴിയണം. ആ മറ്റേ വിടലല്ലാട്ടോ ഞാൻ ഉദ്ദേശിച്ച മറ്റേ ഈ വിടൽ. എൻ്റെ ഏതൊരു വീഡിയോയിലും എൻ്റെ ഒരു പാട്ട് കാണും. ഓ ഒരു ബോർഡ് കാണണം കഴിച്ച് നമുക്കൊരു ബോർഡ് വേണം. ആ ബോർഡിൽ ഒരു സ്ഥലം കാണും. നമുക്ക് ആ സ്ഥലത്തോട്ടാണ് പോകേണ്ടത്. ആ ബോർഡിലാണോ? ആ ഇതന്നെ ഏതൊരു ഫാക്ടറി ആണെന്നാണ് കഴിച്ച് തോന്നണത്. ഇത് ഈ പണ്ടായിരുന്നു. ഞാൻ ഇവിടെ എപ്പോഴും വന്നിട്ടുണ്ട്, കുറേ വന്നിട്ടുണ്ട്. ഇവിടെ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് രാത്രിയോടെ വരാൻ പേടിയാണ്. അതുകൊണ്ട് ഞാൻ പോട്ടെ. ഇവിടെ ഞാൻ ഗോസ്റ്റിനെയൊക്കെ കണ്ടിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. എന്താ ഫാക്ടറി ആണോ? അബാൻഡഡ് ഫാക്ടറി എന്നൊക്കെയാണ് മറ്റേ യൂട്യൂബ് അടിച്ചപ്പോൾ കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് രാത്രി ഇടാൻ പേടി. രാവിലെയൊക്കെ ആവണ്ട് പതുക്കെ. നമുക്ക് എന്തായാലും നേരെ കഴിക്കണ സ്ഥലത്തേക്ക് ഒരു 5-6 ആൾക്കാരെ അടിച്ചപ്പുറത്ത് പറമ്പിട്ടിട്ട് നേരെ അടിച്ചപ്പുറത്ത് പറമ്പിടണം. അത്രേ ഉള്ളൂ. അടിച്ചപ്പുറത്ത് പറമ്പിടണം. ഒന്നും നോക്കില്ല. ഇപ്പോൾ ഞാൻ കളയണം എങ്ങനെയാണ്? അപ്പോൾ ഓടാ അവിടെ നിനക്കൊക്കെ എന്തോന്നാടാ? ഞാൻ ഇവിടെ ജീവിച്ചോണ്ട് നിനക്കൊന്നും പിടിക്കല്ലേ? മാപ്പ് എടുക്കണം എങ്ങനെയാ? കിട്ടി. നിങ്ങളുടെ അടുത്താണ് ഞാൻ ചോദിക്കട്ടെ. നേരെ ഇങ്ങോട്ടും കൊടുക്കാം. നേരെ പോകും. ട്രാവൽ ഒക്കെയല്ലേ, ബൈക്കും കൂടി കിട്ടൂല. രാവിലെ ഞാൻ വിചാരിച്ച് പോലീസെല്ലാം വിളിച്ചത്. പോലീസ് നമ്മളെങ്ങനെ റെഡ് കളർ വരും. പിന്നെ ഇത് കറക്റ്റ് GTA 5 കൂട്ടായതുകൊണ്ട് സീനില്ല. എന്നാച്ചി മാറി നിൽക്കടാ. എൻ്റെ മോനെ നീറ്റ് ഇവിടെ ഉമ്മീനെ കളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വാൽപ്പാറയ്ക്ക് പോയില്ല. എന്തായാലും ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഓപ്പോ പോലീസ് അള്ളാഹുമ്മ സല്ലി 1 കിലോ മല്ലി. എന്താണ് നിനക്ക്? C2000 ഒഴിഞ്ഞെടുക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ പോലീസ് വന്നത് തീനാ. നമ്മളെന്തായാലും മാപ്പ് അനുസരിച്ച് തന്നെ പോകുന്നുണ്ട്. എന്തായാലും നമ്മൾ മാപ്പ് അനുസരിച്ചാണ് പോകുന്നത്. പോലീസ് ഓടിക്കില്ലാന്ന് തോന്നുന്നത്. ഒക്കെ പോയി. പോലീസൊക്കെ പോയി. അത്രേ ഉള്ളൂ. ഒന്ന് സ്പീഡിന് പോയി തീരുള്ളതുള്ളൂ. ഒരുത്തനൊക്കെ അടിച്ച് പറമ്പിടണം. ഇടാൻ പറ്റിയാലല്ലേ. ഇതൊരു വണ്ടി അവിടെ തിരിക്കാൻ കഷ്ടപ്പെടുന്നു. പോലീസാണ് കഴിച്ചത്. കൺട്രോൾ ചെയ്യാൻ സിമ്പിളാണ്. അത് കളിക്കാൻ അറിയാവുന്നവർക്ക് കൺട്രോൾ ചെയ്യാൻ സിമ്പിളായിരിക്കും. എനിക്ക് സിമ്പിളില്ല. സുബ്ഹാനല്ലാഹ്. ഇവിടുന്ന് കയറ്റണം. ഇവിടുന്ന് മേലോട്ട് കയറ്റുമ്പോൾ സ്ഥലമെത്തി. ഓ ഈ പെണ്ണാൻ്റെ മേളിൽ കയറില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ബൈക്ക് അവിടെ കിടക്കട്ടെ. നമുക്ക് വെളിയിൽ കയറാം. ഇവിടെ നമുക്ക് വണ്ടി കിട്ടുന്നത്. അവിടെ വണ്ടി കിട്ടും. അതുകൊണ്ട് ഇതിനൊക്കെ കുഴപ്പമില്ല. കുറച്ച് പൈസ ഉണ്ടാക്കട്ടെ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ലിറ്ററലി എത്ര പൈസ ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ കയറലാണ് നമുക്ക് പാട്. കുറച്ച് പുറകിലോട്ട് ഓടിയിട്ട് കണ്ട ഇങ്ങനെ കയറാൻ പറ്റും. കുറച്ച് പുറകിലോട്ട് ഓടിയിട്ട് ഓടി ഒന്ന് കയറാം. കയറടാ മാറ്റിക്ക. ദ ലെമൺ റെസ്റ്റോറൻ്റാണ്. ലെമൺ ബണ്ണോ എല്ലായിടത്തെയും ബാറ്ററി ഒറ്റ അടിയടിക്കണം. ചാവടാ. പൈസ ഇല്ലല്ലേടാ നിൻ്റെ കയ്യിൽ? കാണുമ്പോൾ ടാറ്റൊക്കെ അടിക്കുമ്പോൾ കാണുമ്പോൾ തോക്കെടുക്കേണ്ടിയിരിക്കുന്നു. അത്രേ ഉള്ളൂ. ഓരോ അടിക്കാനും ചെറുക്കം തീർന്നില്ലേ നീ? ചത്തി നോക്കിയിട്ട് വരില്ല. ചത്ത് 5-6 അടിക്ക് ചെറുക്കന്മാർ ഒറ്റ അടി. പൈസ 4000 പൈസ ഉണ്ട്. നേരത്തെ 2000 എത്ര കയറ്റിയായിരുന്നു. അപ്പോൾ ഈ ചെറുക്കൻ്റെ എന്തോ അരി 2. അപ്പോൾ ഇവൻ്റെ 2000 3000 കാണും. ഓക്കെ എനിക്കിപ്പോൾ 4000 എത്ര കിട്ടിയിട്ടുണ്ട്.
ഇനി എനിക്ക് ഇവന്മാരെ കൊല്ലണം. കള്ളന്മാർ ഇരിക്കാൻ കണ്ടില്ലേ, അടിക്കാനെ. ഒരുത്തൻ ചത്തില്ല, ഞാൻ അടുത്തവനെ ആവില്ല. അവിടെ അടുത്തെന്ത് വിളിച്ചേക്കണു, രക്ഷപ്പെട്ടില്ല മോയിനി. പൊട്ടിട്ടാ ഗൈസ്, എല്ലാം ഇതിനെ കൊല്ലാൻ പറ്റും. GTA 5 പൊട്ടിന് എല്ലാം അതിന് ഒറ്റ അടിക്കണം തീർക്കും. പിന്നെ നേരെ മസ്താങ്ക് അവിടെ കിടക്കണ ഞാൻ കണ്ടു. ഇനിയിപ്പോൾ അതാരെങ്കിലും എടുത്തോണ്ട് പോയി അറിയണോ. സിറ്റി ലാസ് വെഗാസിലേക്ക് നമുക്ക് കയറി പോവാം. അതായത് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഫോണിൽ കുറച്ച് മിഷൻസൊക്കെ ഒന്ന് നടപ്പുണ്ട്. ഞാൻ മിഷൻസ് ഒന്നും ചെയ്യാറില്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വിട്ട് തന്നെ നടന്നിരിക്കുകയാണ്. നമ്മുടെ മസ്താങ്ക് ആരോ എടുത്തിട്ട് പോയില്ല. മസ്താങ്ക് ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ അല്ല, ആരുടെയോ മസ്താങ്ക്. നമ്മളെന്തായാലും മസ്താങ്ക് എടുത്തുണ്ട്. കറക്റ്റ് GTA 5 അല്ലേ? അല്ലേ നിങ്ങളുടെ അടുത്താണ് ഞാൻ ചോദിക്കണ്ടേ. തിരികെ എൻ്റെ പൊന്നോ, സീൻ ഡ്രൈവിങ് കേട്ടോ ഞാൻ. അച്ഛനെ മാപ്പ് എടുത്തിട്ട് നേരെ നീങ്ങും. നമ്മൾ കൊടുത്തേക്കണം, അങ്ങോട്ടാണ് കൊടുത്തേക്കണേ. നേരെ അങ്ങോട്ട് പഴുട്ടേക്കാൻ നമുക്ക് ഈ വഴി കൂടി പോയാലോ. പിന്നെ ഏതൊരക്ക മറ്റേ ജോലിക്ക് വരുന്നൊരു അക്ക ഉണ്ട്. ഒരു അക്കാനെ വിളിക്കുകയാണ് എൻ്റെ ഉമ്മച്ചി. നിങ്ങളെ അക്ക കേൾക്കണമെന്ന് എനിക്കറിയാം. കുറച്ച് വെള്ളന്മാർ അടിച്ച് ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോകണം. ഇത് ഇടിച്ചോണ്ട് കയറ്റി പോകണം. എൻ്റെ പിന്നെ ഇത് എന്തോന്ന് ഇവന്മാർ കാണിക്കണേ. എടാ, നമ്മുടെ പിള്ളേർ നിന്നേക്കലും 10 ഇരട്ടിയാണ്. നമ്മുടെ പിള്ളേർ മൂക്കമണ്ടം ചേട്ടനുണ്ട്. ഒരു നീല മസ്താങ്ക് സീൻ കളി. റെഡ് ലൈറ്റ് വന്നു. ട്രാഫിക് നിയമമൊന്നും ഞാൻ പാലിക്കൂല. നമ്മുടെ തീറ്റിപ്പോയി. നിങ്ങൾ ARM ടൊവിനോടെ 3D സിനിമ ഉണ്ടോ? എനിക്ക് മാത്രമാണ് 3D എന്ന് അറിയില്ല. അത് തിയേറ്ററിൽ പോയി കണ്ടുകൊണ്ടാണ് എനിക്ക് 3D എന്ന് അറിയില്ല. തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ 3D ARM സിനിമ കണ്ടു നമ്മൾ. അപ്പം ഇതിപ്പോൾ ഉണ്ടായി. എൻ്റെ അനീറ്റി ഒന്നും കഴിച്ചില്ല. അപ്പോൾ അവരെൻ്റെ അനീറ്റിനെ കഴിപ്പിക്കണതാണ് നിങ്ങൾ കേൾക്കുന്നത്. പിന്നെ നമ്മളിനി പോകണത് നേരെ ഇങ്ങോട്ടായിരിക്കും. പിന്നെ ഞാൻ 11 ഇത് പറയാൻ മറന്നു. സബ്സ്ക്രൈബൊക്കെ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പഠിച്ചോനെ പോലീസ് പോലീസ്. പിന്നെ നമുക്ക് പെട്ടയ്ക്കണം. നമുക്ക് ഇങ്ങോട്ട് നേരെ പോകണം. പാട്ടൊക്കെ ഉണ്ട്, പാട്ടൊക്കെ ഓഫാക്കിയിട്ട്. അതിന് ഞാൻ വോളിയം കുറച്ചേക്കണുണ്ട്. പാട്ടുമില്ല. ആ ബൈക്ക് എനിക്ക് വേണം. ഐ ലവ് ബൈക്സ്. ഇടിച്ചപ്പോൾ അത് പറമ്പിടാ ചെറുക്കനെ. പോലീസ് ജസ്റ്റ് ഇതിനാണ് രക്ഷോട്ടെ. അവനത് ഓടിപ്പോയിട്ടുണ്ട്. ആ ചെറുക്കനെ ഓടിപ്പോയിട്ടുണ്ട്. നമുക്കിനി നേരെ അതെടുക്കാം. ഇനി നേരെ പിന്നെ ഞാൻ ക്യാമറ കട്ട് ചെയ്യണം. ഭയങ്കര ശബ്ദം വരുന്നുണ്ടാണ്. ആ തടിയനൊക്കെ ഇടിച്ചാണ്. ഞാൻ ബൈക്ക് എടുത്തേണ്ടിട്ട് ഗൈസ്, കള്ളനെ അടിച്ചിട്ടിട്ട്. നമ്മൾ നേരെ സിറ്റിയിലോട്ട് പോകാനാണ്. ഇതെന്തിപ്പോൾ ബർഗറിൻ്റെ തൊട്ടടുത്തെത്തിയില്ല നമ്മൾ വീണ്ടും. ഗൈസ് എനിക്ക് ഈ വണ്ടി വേണം. കവാസാക്കി. ഗൈസ് എനിക്ക് ഈ വണ്ടി വേണം. ഗൈസ് എനിക്ക് ആ ലംബോർഗിനി. ഐ ലൈക്ക് ദാറ്റ്. എനിക്ക് റോട്ടിൽ കാണുന്ന എല്ലാ വണ്ടിയും വേണം. അത് എനിക്കറിയാൻ അറിയാമെന്നില്ലേ. പിന്നെ കുഴപ്പമില്ല. അതാ പെണ്ണാണ്. എനിക്ക് ഈ വണ്ടി ഇഷ്ടമില്ല ബൈക്ക്. പൊന്ന് ചേച്ചി ഒന്ന് വെയിറ്റ് ചെയ്യായിരുന്നു ചേച്ചി. പൊന്ന് ചേച്ചി ഒന്നും കാണിക്കണേ. അമ്മാരിത് എൻ്റെ ബൈക്ക് നീ തൊട്ടില്ല. നീ എൻ്റെ ബൈക്കിൽ നിന്നാ കേട്ടോ ഞാൻ പറഞ്ഞത്. എനിക്കാരെയും പേടിയില്ല. എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ മാത്രമേ പേടിയുള്ളൂ. I want that super bike. Save on it. പോട്ടെ അതേതാണ്. നമുക്ക് അതിൻ്റെ പുറകെ പോയിട്ട് അതിനെ ഇടിച്ചെടുക്കണം. ചത്തില്ലടാ നീ. അവൻ ചാവൂലടാ. ഇതേണ്. നമ്മളിപ്പോൾ മാപ്പ് അനുസരിച്ചൊന്നും അല്ലടാ വെച്ച് പോണേ.
ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് മാറി കൊടുത്തതുള്ളൂ. അതൊക്കെ പെടയ്ക്കാൻ കഴിയും. കണസാ തീന്തന്നെ ബൈക്ക് കിട്ടിയെങ്കിൽ കിട്ടി. നമുക്ക് ഭാഗ്യമുണ്ടായ ബൈക്ക് കിട്ടും. ഗൈസ് നമ്മൾ റോബിയാണ്. ഏതോ ഒരു പോലീസ് കണ്ടു. നമുക്കിനി ഈ ഒരു മേഖലയിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് രക്ഷപ്പെടണം. നമ്മളെന്തേലും റോബിയാണ്. ഏതൊരു കണസാ പോലീസ് കണ്ടു. പെടയ്ക്കാം. പിന്നെ എൻ്റെ അനിയത്തി ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ആഹാരം കൊഴിച്ച് കളിക്കണം, ഇല്ലെങ്കിൽ തൊലിഞ്ഞു പോകുന്നതാണ്. തൊലിഞ്ഞു മീൻസ് ഞങ്ങളുടെ ഭാഷ തൊലിഞ്ഞെന്ന് പറയുകയാണ്. ഇത് കൊള്ളില്ലാതായി പോകുന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. തൊലിഞ്ഞു പോവും, തൊലി ഉരിഞ്ഞു പോവും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് നേരെ പോവാം. പോലീസൊക്കെ പോയുണ്ട്. സ്പീഡ് ഇവിടെ പറ്റൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്പീഡ് ഇവിടെ പറ്റൂല. ഗൈസ് വി ആർ അറൈവ്ഡ് ഇൻ ടൗൺ. ഇതാണ് നമ്മുടെ ടൗൺ. പിന്നെ സൈഡിലുള്ള ബോർഡിലൊന്നും നിങ്ങൾ നോക്കാൻ പാടില്ല. എന്തോ പാട്ട് ഞാൻ പാടിയപ്പോൾ ഭയങ്കര ശബ്ദം. ഞാൻ ഒന്ന് മൈക്ക് മ്യൂട്ടാക്കട്ടെ. Guys, then we are going to do something, guys. പിന്നെ ഇത് നമ്മുടെ GTA 5 ആയതുകൊണ്ട് തന്നെ ഒന്നും പറയില്ല. GTA 5 അപരനാണെങ്കിലും ഇതേ ഓണ് മറ്റേ നമ്മുടെ ഏതൊരു ഇയോസാ അങ്ങനെ കണ്ടു ഹാർട്ട് പോയി. കാശ് നമ്മളിപ്പോൾ തന്നെ ചാവും. എങ്ങനെ ഇനി രക്ഷപ്പെടുക്കാമെന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് ഇത് അടിക്കാൻ പറ്റുമോ? ഇപ്പം നമ്മുടെ പൈസ ഉണ്ട്. ബോയ് ഫോർ ദി 5000 വാങ്ങാം. പൈസ ഉണ്ടാകും. കൺവേർട്ട് എന്തായാലും നമുക്കത് എന്തായാലും ആവശ്യമുണ്ട്. വാങ്ങിച്ചാ ഓക്കെ. ഇനി നമുക്കത് അതെടുത്തിട്ട് ചെറുക്കൻ രക്ഷപ്പെട്ട് സംഭവം വർക്കാവുണ്ട്. കണ്ടോ ഹാർട്ട് കയറുന്നുണ്ട്. മോനെ നിന്നെ രക്ഷിച്ച ആരാ? ഈ സമീനിക്കാക്കാട്ടാ. അതുകൊണ്ട് മോൻ എനിക്ക് വേണ്ടി തുവാക്കെ ചെയ്യണം കേട്ടാ. ഞാൻ പെട്ടെന്ന് മരിക്കാതിരിക്കാൻ പോയത് കേട്ടോ. പെട്ടെന്ന് മരിക്കാതിരിക്കാൻ പഠിച്ചോളേ. ഒരുത്തനെ ഞാൻ വണ്ടി വെച്ച് തട്ടി. അതിന് പോലീസ് മാമന്മാർ എൻ്റെ പുറകെയുണ്ട്. വച്ചാലേ പെടക്ക് ആ റെഡാവാതിരിക്കാനായിട്ട് ഞാൻ പെടക്കണേ. നമുക്ക് നമ്മുടെ വണ്ടി മൗണ്ടൈൻ കയറ്റാട്ടോ. ഇതേതാ കവാസാക്കിയാണോ? അത് കവാസാക്കി ഒന്നല്ല കേട്ടോ. ഏതോ സൂപ്പർ ബൈക്കാണ്. ഏതോ ഒരു സൂപ്പർ ബൈക്ക്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ഡാം വരെ പോകേണ്ടി വന്നു. നമുക്ക് ഡാം വരെ പോവാം. ഇതേ കഴിഞ്ഞ് നമ്മുടെ ഡാം ഇവര് പോയി ഡാമെത്തോ? ഇല്ല ടൗണെത്തും. വണ്ടി നേരെ ഡാമിലേക്ക് വിടാം. നേരെ ഡാം ഒന്നും നോക്കില്ല. നേരെ ഡാം വ്യൂവും കൂടി കണ്ടിട്ട് നേരെ നമുക്ക് ടൗണിലോട്ട് ഇടാം. ഹായ് ഇതാണ് നമ്മുടെ ബൈക്ക്. എണീക്കണം മച്ചു. അതന്നെ മച്ചു രാത്രിയാവാണ്. എനിക്ക് രാത്രി പേടിയാട്ടോ. എനിക്ക് രാത്രി പേടിയില്ല. ബിക്കോസ് ഐ ആം സിഗ്മ. എന്നാലും എനിക്ക് രാത്രി പേടിയാണ്. ഞാൻ പോവാം. എന്നാലും ഫിയർ ഓഫ് നൈറ്റ്, അത് റിയൽ ലൈഫിലും ഫിയർ ഓഫ് നൈറ്റ് ആണ് എനിക്ക്. പെടയാ നമുക്ക് ടൗണിൽ ഇവിടുന്ന് പെട്ടെന്ന് മറ്റേ ഇതെടുത്ത. പിന്നെ ഞാനീ ഒരു ഫേക്ക് GTA 5 പണ്ട് കളിച്ചിട്ടുണ്ട്. ഇത് GTA 5 ഫേക്ക് GTA 5 ആണെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പിന്നെ ഞാൻ കുറേ വീഡിയോസ് ഇൻസ്റ്റയിലൊക്കെ കണ്ടു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഫേക്ക് GTA 5 ഇത് ഫേക്ക്. അങ്ങനെ ഒരു GTA 5 അതേ മോഡലിലൊക്കെ കയറുമെന്നൊക്കെ വിചാരിച്ചു. എന്നാലും റിയൽ GTA 5 വെല്ലാൻ ആർക്കും പറ്റുമെന്ന് ഞാൻ പറയും. ആർക്കെ പറ്റണേന്ന് എനിക്കറിയാമോ? ദ ഗാങ്സ്റ്റർ വെഗാസ് ക്രൈം ആ ഗെയിമേ പറ്റും. ഗെയിം ഏതാണെന്നറിയാമോ? നിങ്ങളുടെ കൺമുമ്പിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കണ ഗെയിം. പിന്നെ ആകെപ്പാട് എൻ്റെ വീഡിയോ ആണ്. എൻ്റെ കൂട്ടുകാരന്മാരും പിന്നെ ഒരു 5-6 പേരൊക്കെയാണ്.
അവരെങ്കിലും ഒന്ന് സബ് ചെയ്യണം. പിന്നെ എത്ര പറയുള്ളൂ, കൂട്ടുകാരന്മാരെ കൊണ്ട് ഞാൻ കെഞ്ചി സബ് ചെയ്തിപ്പിച്ചിട്ടുണ്ട്. ആരും കേട്ടില്ലല്ലോ, ഒന്നും കേട്ടില്ലല്ലോ ആരും. 11 സബ്സ്ക്രൈബേഴ്സ് കഷ്ടപ്പെട്ട് ഞാൻ വീഡിയോ ഇട്ട് ഉണ്ടാക്കിയതാണ്. ഇതേ ഫെറാറിയുടെ മേളിൽ കൂടി ഒക്കെ പറക്കുമോ മറ്റു പഠിപ്പിക്കേ. നമ്മളാ ബർഗർ ഹട്ടിൻ്റെ അവിടെ എത്തി. വണ്ടി കുറച്ച് മോഡിഫൈ ആക്കണം. അവിടെ കൊണ്ടുപോയിട്ട് മോഡിഫൈ ആക്കാം. പിന്നെ കുറച്ച് വാഷൊക്കെ ചെയ്യണം, അത്ര വണ്ടി കുറച്ച് മോഡിഫൈ ചെയ്യണം. അവിടെ പോയിട്ട് നിൽക്കണം, അപ്പം മോഡിഫൈ വാങ്ങും. വണ്ടി ഉണ്ട് മേളിൽ. സെല്ലാണോ? ഞാൻ മോഡിഫൈ വാന്ന് വിചാരിച്ചു. സെല്ല് ചെയ്യൂല, ഞാൻ വിൽക്കൂല. പോള പ്രാന്താ. ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിയ വണ്ടിയാ, വാങ്ങിയതല്ല. എന്താണെങ്കിലും ഞാൻ കഷ്ടപ്പെട്ട് എടുത്ത വണ്ടിയാ. അത് ഞാൻ വിൽക്കൂല. പിന്നെ GTA 5 തെറ്റല്ലേ? നമ്മുടെ GTA 5 അങ്ങനെയുണ്ട്. ആർക്കാണെങ്കിലും ലോവൻ്റെ ഡിവൈസിലൊക്കെ സെറ്റായിട്ട് കയറുന്നതാണ് തോന്നുന്നത്. എൻ്റെ പണ്ടത്തെ ടാബ് ഒരു ലോവൻ്റെ ഡിവൈസായിരുന്നു, പണ്ടത്തെ കേട്ടോ. അതിലിത് കയറൂലായിരുന്നു. ഇപ്പം എങ്ങനെ ഇരിക്കണ്? അപ്പുറത്തെ പറമ്പിൽ കിടപ്പുണ്ട്. ആ വീട്ടിൽ തന്നെ എത്തി. ഞാനിപ്പോൾ കണ്ടതുള്ളൂ. ഞാൻ കണ്ടതുകൊണ്ട് ഭാഗ്യം. കിട്ടിയോ? കിട്ടി. ഓ, ജസ്റ്റ് ഇട്ടായിരുന്നു ഞാൻ ജയിച്ചത്. അത് അപ്പുറത്ത് ഇടങ്ങാണ്ടല്ലേ വീണ്. അവിടെ ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു ബൈക്ക് എടുത്തിട്ട് പോവാം നമുക്ക്. അതെവിടെ ഉണ്ടല്ലോ ആശാൻ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയം. നമുക്ക് നേരെ ലെമൺ ടീയുടെ അങ്ങോട്ട് പോവാം. ലെമൺ ടീ വേറെ അല്ല, ബർഗർ റെസ്റ്റോറൻറ്റിൽ അങ്ങോട്ട് പോവാം. റെസ്റ്റോറൻറ്റ് എത്തിയിന്. അതിന് നീയേതാ? മറ്റൊരു ജിലേബി സിനിമയിൽ അമ്മുമ്മ സീന്. അതിന് നീയേതാ? സ്കൂളൊക്കെ അടച്ചു. ഞങ്ങളുടെ ഗ്യാങ്സ്റ്റർ തരം ഒന്നും എവിടെ കൊണ്ട് കാണിക്കുന്നത്? സ്കൂളിൽ ഗ്യാങ്സ്റ്റേഴ്സ് നമ്മളാട്ടോ, സുപ്രീം ഗ്യാങ്സ്റ്റേഴ്സ്. ഞങ്ങളങ്ങനെയാണ് അവിടെ അറിയപ്പെടുന്നത്. കാക്കമാരെ വരെ ഭരിച്ച് ഞങ്ങളാണ്. ഇപ്പോൾ മനസ്സിലായി ഞാൻ എന്തെന്ന്. അതിൻ്റെ കിങ് അഡ്മിനാണിത്. വാട്സപ്പിലുണ്ട്. അപ്പോൾ അഡ്മിൻ ഞാനും അമീനുമാണ്. സുപ്രീം കോടതിയുടെ കിങ്. ഷെർഫിയാണ് സ്കൂളിൽ. ഞാൻ പോയ പിന്നെ ആ സ്കൂൾ തറയായെന്നാണ് കേട്ടത്. അത്രയും ദിവസം ഈ പണ്ടോരം പഠിപ്പിക്കൂ ഇഷ്ടപ്പെടല്ല കേട്ടോ. അതൊന്നും ഗെയിമൊക്കെ സെറ്റാ, ബട്ട് വണ്ടി കൺട്രോൾ ഇട്ടുള്ളതാണ്. ഹാർട്ട് ഇങ്ങനെ കുറഞ്ഞോട് പോകണുണ്ടോ? ലൈഫ് ഹാർട്ട് അല്ല ഇംഗ്ലീഷ്. അവിടെ എൻ്റെ ബൈക്കിന് എന്തെങ്കിലുമൊക്കെ പറ്റിയാ 5 എടുത്ത് ഞാൻ കറി വെക്കും. 5 ഞാൻ ഉദ്ദേശിച്ച ഇഞ്ചിന്ന് കേട്ടോ. നിങ്ങൾ വേറെ എന്തൊക്കെയോ ഉദ്ദേശിച്ചത് എനിക്കറിയാം. ഗള്ളന്മാർ നമ്മളെന്തായാലും മാപ്പിനനുസരിച്ച് തന്നെ പോകുന്നുണ്ട്. ഡോറ എന്ന മാപ്പാണ് എനിക്ക്. അത് ഡോറേനെ കാണാൻ പോയായിരുന്നു. ഡോറ പിന്നെ എൻ്റെ കൂട്ടുകാരി ചെയ്തുകൊണ്ട് ഡോറേനെ കാണാൻ പോയായിരുന്നു. അപ്പം കിട്ടിയതാണ്. ലംബോർഗിനി ഗൈസ്. ഇപ്പം തന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണമെന്നുണ്ടോ? ഈ ലംബോർഗിനി ഒന്ന് കിട്ടട്ടെ. ലംബോർഗിനി എനിക്ക് എന്തായാലും കിട്ടും, എനിക്ക് ഉറപ്പ്. സെറ്റ് ലംബോർഗിനി ഗൈസ്. കിട്ടി ഗൈസ്. വീഡിയോ ഇപ്പം തന്നെ എൻഡ് ചെയ്യണ്ട. ബിക്കോസ് ലംബർ ഗംബർ കിട്ടി ഗൈസ്. കിട്ടി മോനെ. ഇതിലൊക്കെ ഇരുന്നിങ്ങനെ വെടി വെക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ എൻ്റെ മച്ചു. വീഡിയോ ഇപ്പം എൻഡ് ചെയ്യണ്ട ഗൈസ്. കുറച്ച് നേരം കൂടി ഓടട്ടെ. അനീറ്റവിടെ നമ്മുടെ വീഡിയോ വെച്ചിട്ടുണ്ട്. നമുക്ക് വീഡിയോ ഒന്ന് എൻഡ് ചെയ്യട്ടോ. ഇപ്പം എൻഡ് ചെയ്യാൻ എനിക്ക് വയ്യ. എനിക്ക് പനി പിടിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇത്രയും വീഡിയോ കഷ്ടപ്പെടുന്നത്. ആളുടെ ശബ്ദത്തിലൊക്കെ കുറച്ച് മാറ്റമില്ലേ.
അതുകൊണ്ടാണ്. പിന്നെ എനിക്കിപ്പോൾ ലെമൺ ടീയുടെ സ്ഥലമൊക്കെ കാണപ്പെടാറ്, അതുകൊണ്ട് പിന്നെ പിടിക്കണമില്ല. ലെമൺ ടീ വണ്ടി നമുക്ക് മറ്റേ സ്ഥലത്തുണ്ട് പാർക്ക്. ആരെങ്കിലും എടുത്തോട്ടെ പാവങ്ങൾ, അല്ലാണ്ട് റോട്ടിൽ കൊണ്ടിടാം. ആരെങ്കിലുമൊക്കെ എടുത്തോളൂ പാവങ്ങൾ. ഞാൻ പിന്നെ പാവങ്ങളെ സഹായിക്കുന്ന ആളുകളുണ്ട്. പാവങ്ങളാരെങ്കിലും ഉണ്ടെങ്കിൽ ഫെറാറി എടുത്തുകൊണ്ട് കൊണ്ടുപോയിട്ട് വിറ്റ് ഒരു വീട് വെച്ചിട്ട് ആ വീടിൻ്റെ പകുതി സ്ഥലവും വിറ്റ് ഒരു കുഞ്ഞു വീട് വെച്ചിട്ട് ഒരു അടിപൊളി കാറും ബൈക്കും ഇങ്ങനെ എടുത്തിട്ട് ജോളിയായിട്ട് ജീവിച്ചു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഐ എം തമീൻ സലു, ഓഫീസ് ഇർഫാൻ ഹിയർ, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.